സാംസങ്ങിൻ്റെ സാംസങ് Z Flip 5 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനാമിക് AMOLED 2x ഇൻഫിനിറ്റി ഫ്ലെക്സ് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1080x2640 ആണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് 22:9 ആസ്പെക്ട് റേഷ്യോയിലാണ്. ഈ ഒരു ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്തും ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ അല്ല. പുറത്ത് 3.4 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 720x748 ആണ്. പിന്നെ ഇതിൽ കൂടി റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു ഡിസ്പ്ലേയുടെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ പഴയ ഫോൾഡബിൾ ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഡിസ്പ്ലേയുടെ സൈസ് അത്യാവശ്യം വലുതായിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 187 ഗ്രാം ആണ്. തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ തിക്നെസ് വരുന്നത് 6.9 mm ആണ്. ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 15.1 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. IPX8 റേറ്റിംഗ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബ്ലൂ, ക്രീം, ഗ്രാഫൈറ്റ്, ഗ്രേ, ഗ്രീൻ, ലെവൻഡർ, മിൻറ്റ്, യെല്ലോ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 12 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരുന്നില്ല. ഫ്രണ്ടിൽ 10 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3700 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിന്. എന്തായാലും ഇതിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ വില ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റിലെ വിലയാണ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $999 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 82,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യൻ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യൻ പ്രൈസിങ് അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പം ഇന്ന് തന്നെ അനൗൺസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇന്ത്യയിലും ചിലപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും സാംസങ്ങിൻ്റെ Z Flip 5 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിലയും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വിലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.